ഹിന്ദിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു 3 വാക്ക് പഠിക്കാൻ നമുക്ക്. ഒന്ന് ചാഹ്ന. ചാഹ്ന എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം, ചാഹ്ന. രണ്ടാമത്തെ ഒന്ന് പൂച്ഛ്ന. പൂച്ഛ്ന ചോദിക്കുക എന്നാണ് അർത്ഥം. മൂന്നാമത്തത് ബോൽന അല്ലെങ്കിൽ കഹ്ന. കഹ്നയാണ് ഏറ്റവും നല്ലത്, പറയുക. ഈ 3 വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം അത് ചാഹ്ന. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ചാഹിയേ. എനിക്ക് വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നു അർത്ഥത്തിലാണ്, ആഗ്രഹിക്കുന്നു. ഇതാണ് ചാഹിയേ. മുझे പാനി ചാഹിയേ, മുझे പൈസ ചാഹിയേ, ചുട്ടി ചാഹിയേ എന്നൊക്കെ ഒരു ചാഹിയേ. ആപ്കോ ക്യാ ചാഹിയേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്, ഇതാണ് ചോദിക്കുന്നത്. എന്നാൽ ആപ്സെ ഏക് ബാത്, ആപ്സെ ബോൽനാ ചാഹിയേ, ദേഖ്നാ ചാഹിയേ എന്നൊക്കെ പറയല്ലോ. അവിടെ ചാഹ്താഹും എന്ന് പറയുന്നതാണ് എനിക്ക് ആഗ്രഹമുണ്ട്. आपसे ज़रा एक चीज़ बताना चाहता हूँ, बोलना चाहता हूँ എന്നൊക്കെ പറയാം. ഓക്കെ, मैं अभी छुट्टी जाना चाहता हूँ, छुट्टी जाना चाहता हूँ. അപ്പോൾ ഏത് സംഗതിയുടെ കൂടെയും ചാഹ്താഹും ചാഹ്തീഹും അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ക്യാ ചാഹ്തേ ഹേ, ആ പീനേക്കു ക്യാ ചാഹ്തേ ഹേ, നിങ്ങൾ കുടിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. ആപ് ചായ പീന ചാഹ്തേ ഹേ എന്ന് ചോദിക്കാം. നിങ്ങൾ ചായയാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. ഇനി മൂന്നാമത്തെ ഒന്നാണ് നമ്മൾ പറഞ്ഞപ്പോൾ ചാഹ്ന, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞതാണ്. മറ്റൊന്ന് പൂച്ഛ്ന, രണ്ടാമത്താണ് പൂച്ഛ്ന, ചോദിക്കുക. ആപ് ക്യാ പൂച്ഛ് രേ ഹേ, നിങ്ങൾ എന്താ ചോദിക്കുന്നത്. ആപ്സെ ഏക് ബാത് പൂച്ഛ്ന ഹേ, ആപ്സെ ഏക് ബാത് പൂച്ഛ്നി ഹേ. പൂച്ഛ്നി ഹേ എന്ന് പറയുന്നതാണ് കറക്റ്റ്, കാരണം ബാത്ത് ആയതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പൂച്ഛ്ന, ഏ ക്യാ പൂച്ഛ് രേ ആദ്മി, ഈ ആദ്മി ക്യാ പൂച്ഛ് രേ, ഇയാളെന്താ ചോദിക്കുന്നത്. ഏ പൈസ പൂച്ഛ് രേ, ഇയാൾ ക്യാഷാ ചോദിക്കുന്നത്. ഏ പതാനി ക്യാ പൂച്ഛ് രേ, ഇയാളെന്താ ചോദിക്കുന്നത് അറിയില്ല. അപ്പോൾ പൂച്ഛ്ന. ഓക്കെ, മറ്റൊന്ന് കഹ്ന. ആപ്സെ ഏക് ബാത് കഹ്നി ഹേ, ആപ്സെ ഏക് ബാത് കഹിനി. ഏക് ബാത്ത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കഹിനി പറയുന്നത്, നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, കഹ്ന, ആപ്സെ ഏക് കഹ്ന കാ ഹൈ, കഹ്നെ കാ ഹൈ, പറയേണ്ടതുണ്ട്. ക്യാ കഹ്നെ കാ ഹൈ, എന്താ പറയേണ്ടത്. കുച്ച് നഹി കഹ്നെ കാ എന്ന് പറയും. കഹ്ന, കഹോ, പറയൂ. കഹ് രഹാ ഹും, ഞാൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് ബോൽന എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വാക്കിൻ്റെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അവയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ നിങ്ങൾ പറഞ്ഞു നോക്കുക. അങ്ങനെ ഹിന്ദി ഭാഷയിൽ നിങ്ങൾ കഴിവുള്ളവരാവുക. ധന്യവാദ്, ബഹുത് ശുക്രിയ.